ബീയിങ് കൈൻഡ് ടു യുവർ സെൽഫ് ആൻഡ് ടു എവ്രി വൺ. ഇന്നത്തെ ടോപ്പിക് ബീയിങ് കൈൻഡ് എന്നുള്ളതാണ്. ബിക്കോസ് ടുഡേസ് വേൾഡ് കൈൻഡ്നസ് ഡേ. ദയ ഉള്ളവരാണോ? എല്ലാവരിലും ദയ എന്നുള്ള വികാരം ഉണ്ടല്ലേ. ചിലർക്ക് അത് പ്രകടിപ്പിക്കാൻ സാധിക്കും, ചിലർക്കെങ്കിൽ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. ചിലത് പ്രകടിപ്പിച്ചെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് ഫലപ്രദമായ രീതിയിൽ അതിന് ആക്ഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ. കൈൻഡ്നസ് എന്നൊരു ക്വാളിറ്റി, ഇറ്റ്സ് എൻ ആക്ഷൻ ടുവേർഡ്സ് സംതിങ് ഗുഡ് ഫോർ അതേഴ്സ് ഓർ ടു യുവർ സെൽഫ്. അത്തരം ആക്ഷൻ അറിയാത്തവർ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ അറിഞ്ഞിട്ടും വേണ്ട എന്ന് വയ്ക്കുന്നവരുണ്ടല്ലേ. അറിയാത്തവർക്കായിട്ട് നമുക്ക് എങ്ങനെ മോർ കൈൻഡ് ആവാം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അത് അറിഞ്ഞിട്ടും പ്രവർത്തിക്കാത്തവരാണെങ്കിൽ ഒരു രക്ഷയില്ല അല്ലേ. നമ്മൾക്ക് മാക്സിമം കൈൻഡ്നസ് ആവാൻ ശ്രമിക്കാം. പക്ഷേ ഈ കൈൻഡ്നസ് എന്ന് പറഞ്ഞ ക്വാളിറ്റീനെ കൂടി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ടാവും. ഒരാൾ മാക്സിമം കൈൻഡായിരിക്കും, അയാളുടെ കൈൻഡ്നസ് എന്നുള്ള ക്വാളിറ്റി നമ്മളെ ചുറ്റുമുള്ള ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ അതിന് ഉപയോഗിക്കും. അതിന് വേണ്ട രീതിയിലും വേണ്ടാത്ത രീതിയിലും ഒക്കെ അയാളെ ചൂഷണം ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഹൂ ഡിസേർവ് കൈൻഡ്നസ്? ആരാണ് കൈൻഡ്നസ് ഡിസേർവ് ചെയ്തിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൈൻഡ്നസ് ഡിസേർവിങ് ആണ്. കൈൻഡ്നസ് എന്ന് പറഞ്ഞ ക്വാളിറ്റി ആക്ഷനിലോട്ട് വരുമ്പോൾ, നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരാൾ വിശന്നിരിക്കുന്നത് കണ്ടു, ആൻഡ് നമുക്ക് ആ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആഗ്രഹമില്ല, ആ തോന്നലുണ്ട് അയാളെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. നമ്മളൊരു ഹോട്ടലിൽ പോകുമ്പോൾ ചില സമയത്തൊക്കെ പുറത്ത് ആൾക്കാർ വിശന്നിരിക്കുന്നവരുണ്ടാവും ഇല്ലേ, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ അയാൾക്കും ഒരു പൊതി ഭക്ഷണം ഓർഡർ ചെയ്ത് കൊടുക്കാം, പുറത്ത് കൊണ്ടുവന്ന് ആ പൊതി കൊടുക്കാം അല്ലേ. അതൊരു ആക്ട് ഓഫ് കൈൻഡ്നസ് ആണ്. ഇനി ചില സ്ഥലത്ത് നമ്മുടെ വേർഡ്സാണ് മോർ കൈൻഡ് ആയിരിക്കേണ്ടത്. നമ്മുടെ ഭാഷയിൽ കൂടുതലായിട്ട് കൺവെർസേഷൻ, നമ്മുടെ സംഭാഷണം മോർ കൈൻഡ് ആയിട്ടിരിക്കണം. നമുക്ക് നേരിട്ട് ചെന്ന് ആക്ട് ഓഫ് കൈൻഡ്നസ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ത്രൂ ദ വേർഡ്സ് വി ക്യാൻ എക്സ്പ്രസ് കൈൻഡ്നസ്. വെൻ എ പേഴ്സൺ ഇസ് ഹേർട്ട് ഓർ ഇൻ എ പെയിൻ വി ക്യാൻ ഗിവ് സം കൈൻഡ് വേർഡ്സ്. അല്ല, നമുക്ക് അവരോട് കൂടുതൽ ദയോടുകൂടി സംസാരിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ചിലർ ആ കഴിവിനെ പുറത്തെടുക്കില്ല. പകരം അവർ കൂടുതൽ വിഷമിപ്പിക്കാൻ നോക്കും. ഒരാൾ ഓൾറെഡി പെയിനിൽ കൂടെ കടന്നു പോകുകയാണ്, പക്ഷെ അപ്പുറത്തെ ആൾക്കത് അറിഞ്ഞിട്ട് കൂടി അവർ കൂടുതൽ വിഷമിപ്പിക്കാൻ നോക്കും. അപ്പോൾ അവിടെ നമ്മുടെ ബുദ്ധി നന്നായി പ്രവർത്തിച്ചിട്ട് അയാൾ ഓൾറെഡി വിഷമത്തിലാണ്, സോ ഐ ഗീവ് സം കൈൻഡ് വേർഡ്സ്, അല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് നമ്മൾ ദയോടുകൂടി സംസാരിക്കാനും അയാളോട് കുറച്ച് കമ്പാഷനേറ്റായിട്ട് പെരുമാറാനും നമ്മുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാവണം. അതൊരു തോന്നലാണ്, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തോന്നലാണ്. എനിക്ക് അയാളെ വാക്കുകൊണ്ടേ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഒരു ദയ വാക്കുകൊണ്ടേ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ഐ ക്യാൻ ഡു ദാറ്റ് ഇറ്റ് ഫോർ ഹിം ഓർ ഹെർ. ഇനി ബീയിങ് കൈൻഡ് ടു അൺകൈൻഡ് പീപ്പിൾ, ഇത് ഒരു കേട്ടൊരു സേയിങ് ആണ്. ബീയിങ് കൈൻഡ് ടു അൺകൈൻഡ് പീപ്പിൾ ദേ നീഡ് ഇറ്റ് ദ മോസ്റ്റ്. നമ്മൾ വിചാരിക്കുന്ന ചുറ്റുമുള്ള എല്ലാവരിലും കൈൻഡ്നസ് എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉണ്ടാവില്ല. അൺകൈൻഡായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ ഈ കൈൻഡായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിൽ നമ്മൾ ഇത്തരം ഒരു വ്യക്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് അവരോടും കൂടി നമ്മുടെ ദയ പ്രകടിപ്പിക്കുക, അവരോടും കൂടി കുറച്ച് കമ്പാഷനേറ്റായിട്ട് പ്രവർത്തിക്കുക. കാരണം അവർക്ക് അത്ര അറിയുള്ളൂ, അവരുടെ അറിവിൻ്റെ ലിമിറ്റേഷൻ അത്രയാണ്. അവർക്ക് നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല. അല്ലെങ്കിൽ നമ്മളൊരു പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ഫിസിക്കലാവട്ടെ മെൻ്റലാവട്ടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിങ് കൂടെ കടന്നു പോകുമ്പോഴും അവർ നമ്മളെ വാക്കുകൊണ്ട് ഉപദ്രവിക്കുകയാണെങ്കിലും അവരോട് നമ്മൾ ദയോടുകൂടി പെരുമാറണം എന്നാണ് ആരോ എവിടെയോ പറഞ്ഞേക്കുന്നത്. അതിൽ എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്നറിയില്ല. നമുക്കങ്ങനെ പറ്റില്ല അല്ലേ. നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാരോട് നമുക്ക് ദയോടുകൂടി സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുവാണെങ്കിൽ വി ആർ ദ ഗ്രേറ്റസ്റ്റ് പീപ്പിൾ അല്ലേ. നമ്മൾ അത്രയും ഉയർന്ന ചിന്താഗതി ഉള്ള ആളുകളാണ്. ഇനി കൈൻഡ്നസ് എന്ന് പറഞ്ഞ വർത്തമാനം മാത്രമാണോ? അല്ല, കൈൻഡ്നസ് ഈസ് ലവ് ഇൻ ആക്ഷൻ. നമുക്കൊരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് കൈൻഡ്നസ് ഉണ്ടെങ്കിൽ, ദയ ഉണ്ടെങ്കിൽ അത് ലവ് ഇൻ ആക്ഷനാണത്. ഞാൻ പറഞ്ഞല്ലോ, വേർഡ്സിൽ കൂടെ മാത്രമല്ലല്ലോ, നമ്മൾ ആക്റ്റിൽ കൂടിയും കൈൻഡ്നസ് പ്രവർത്തിക്കണം അല്ലേ. ഇനി നമ്മളുടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ദയ അർഹിക്കുന്ന പലരും ഉണ്ട്. ഒരു വയസ്സായ മുത്തശ്ശി റോഡ് ക്രോസ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്നു. ഹോൾഡ് ഹർ ഹാൻഡ് ആൻഡ് ഹെൽപ്പ് ഹർ ടു ക്രോസ് ദ റോഡ്. ഇനി ചില സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന കുട്ടി കുട്ടി കൈൻഡ്നസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളുടെ വീട്ടിൽ മുതിർന്ന ആളുകൾക്ക്, അച്ഛനോ അമ്മയ്ക്കോ ഇങ്ങനെ ഹിക്കപ്സ് വരാം, ലെക്കിലൊക്കെ വരും, വെള്ളം ദാഹിക്കുന്നുണ്ട്. വിത്തൗട്ട് സേയിങ് സംതിങ് യു ക്യാൻ ഗിവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. നമുക്കൊരു വെള്ളം എടുത്ത് കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ
അച്ഛനോ അമ്മയ്ക്കോ ഇങ്ങനെ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കാതെ തന്നെ നമ്മളൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. അതുപോലെ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്ക് എന്താണ് ചായ ആവശ്യമുണ്ട്, അപ്പോൾ വി ആർ കണ്ടിന്യൂയിങ് അവർ വർക്ക്. പക്ഷേ ആൾക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് റെസ്പോൺസിബിലിറ്റി, കൈൻഡ്നെസ്, നൈസ് ആയിട്ടുള്ള പെരുമാറ്റം, അതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. റെസ്പോൺസിബിലിറ്റി ദാറ്റ് വി ഹാവ് ടു ഡു, വി മസ്റ്റ് ഡു ആണ്. പക്ഷെ കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്വാളിറ്റി, ഇറ്റ്സ് എ ഇന്നേറ്റ് ക്വാളിറ്റി. അതെല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഇല്ലതാനും അല്ലേ. കൈൻഡ്നെസ് ഇസ് എ ക്വാളിറ്റി ഓഫ് ബീങ് ജെൻറ്റിൽ, കെയറിങ് ആൻഡ് ഹെൽപ്ഫുൾ. നമ്മൾ കെയറിങ് ആയിട്ടുള്ള ആൾ ആയിരിക്കും, പക്ഷെ നമ്മൾ ഹെൽപ്ഫുൾ ആവണമെന്നില്ല. കെയറിങ് ത്രൂ വേർഡ്സ്, ഐ വിൽ ബി വിത്ത് യു പറയാം, ഐ എം ദർ ഫോർ യു എന്ന് പറയാം. പക്ഷെ ഈ പറഞ്ഞതൊന്നും നടപടിയാവുന്ന കാര്യങ്ങളാവില്ല. ഇതൊക്കെ പറഞ്ഞാലും ഇൻ ആക്ഷൻ ഹി ഓർ ഷീ ഈസ് നോട്ട് വിത്ത് യു അറ്റ് ഓൾ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാരണം എല്ലാവർക്കും ഈ ഇന്നറ്റ് ക്വാളിറ്റി ഉണ്ടാവണമെന്ന് ഇല്ല അല്ലേ. നമുക്ക് ഒരു വ്യക്തിയോട് കൈൻഡായിട്ട് പെരുമാറാൻ പറ്റും, നമുക്കൊരു സമൂഹത്തോട് കൈൻഡായിട്ട് പെരുമാറാൻ പറ്റും, അതുപോലെ നമുക്ക് നമ്മളോട് തന്നെ കൈൻഡായിട്ട് പെരുമാറാൻ പറ്റും അല്ലേ. ചിലർ സ്ട്രേ ഡോഗ്സിനൊക്കെ ഫീഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, സ്ട്രേ ക്യാറ്റ്സിനെ ഫീഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഐ യൂസ് ടു സീ ദം ഓൾ അറൗണ്ട്. അതൊക്കെ ഒരു നമ്മൾക്കൊരു അനിമൽസിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. ചിലർ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയിട്ട് റെസ്ക്യൂ ഹോമിൽ കൊണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഈ ആക്ഷൻ മാക്സിമം, അല്ലെങ്കിൽ കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ബീയിങ് കൈൻഡ് ടു യുവർ സെൽഫ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ചിലപ്പോൾ നമ്മളെ തന്നെ മറന്നുപോകും. എസ്പെഷ്യലി വീട്ടിലിരിക്കുന്ന അമ്മമാരോ അല്ലെങ്കിൽ സ്ത്രീജനങ്ങളോ ഒക്കെ ആയിരിക്കാം. മറിച്ചും ഉണ്ടാവാം കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിലിരിക്കുന്ന ആളുകൾ, അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, ആ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിതം തീർത്ത ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. സോ ബി കൈൻഡ് ടു യുവർ സെൽഫ്, ഈറ്റ് വെൽ, സ്ലീപ്പ് വെൽ ആൻഡ് പ്രൊട്ടക്റ്റ് യുവർ പീസ് അല്ലേ. നമ്മുടെ സമാധാനം നമ്മൾ തന്നെ സംരക്ഷിക്കണം. സോ ബി കൈൻഡ്. ഈ വേൾഡ് കൈൻഡ്നെസ് ഡേയിൽ ഇത്രയും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബി കൈൻഡ് ചിത്ത.